ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മെട്രിക്സത്തെ ബാലൻസ് പോർഷൻസ് ആണ്. നമ്മൾ മെട്രിക്സ് എന്താന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് മെട്രിക്സിന്റെ ഓപ്പറേഷൻസ് ആണ്. മെട്രിക്സിൽ നമ്മൾ സാധാ നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പോലെ മെട്രിക്സിൽ ഉണ്ട് അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്സ്ട്രാക്ഷൻ ഒക്കെ. ഫസ്റ്റ് നമ്മൾ മെട്രിക്സ് അഡീഷൻ ആണ് പറയുന്നത്. ഓക്കെ, ഇതില് നമ്മൾ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. ഒരു ഫാക്ടറി, ഫാത്തിമയ്ക്ക് രണ്ട് പ്ലേസിലായിട്ട് ഫാക്ടറീസ് ഉണ്ട്, എയും ബിയും. ആ രണ്ട് ഫാക്ടറീസിലും സ്പോർട്സ് ഷൂസ് ഫോർ ഗേൾസ് ആൻഡ് ബോയ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ ഈച്ച് ഫാക്ടറീസിലും ത്രീ പ്രൈസ് കാറ്റഗറീസിലായിട്ടാണ് ഷൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഫാക്ടറി എയിലുള്ളതും ഫാക്ടറി ബിയിലുള്ളതും ഷൂസിന്റെ പ്രൊഡക്ഷൻ ഡീറ്റെയിൽസ് ആണ് ഈ മെട്രിക്സിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതില് 1, 2, 3 ലേബൽ ചെയ്തിട്ടുള്ളത് പ്രൈസ് കാറ്റഗറിനെയാണ്. ബോയ്സിനും ഉണ്ട് ഗേൾസിനും ഉണ്ട് ഷൂസ്. ഇനി നമുക്ക് വേണ്ടത് ഫാത്തിമയ്ക്ക് എന്ത് വേണം? ഓരോ പ്രൈസ് കാറ്റഗറിയിലുള്ള ഷൂസിന്റെ പ്രൊഡക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താ സാധാരണ ചെയ്യല്? ആഡ് ചെയ്യല്ലേ ചെയ്യുക. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് കാര്യങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ആഡ് ചെയ്യല്ലേ ചെയ്യുക. അതേപോലെ തന്നെ മെട്രിക്സിന്റെ കേസിലും നമ്മൾ ആഡിങ് ആണ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ് ഫാത്തിമയ്ക്ക് വേണ്ടത് ഓരോ കാറ്റഗറിയിലും ഓരോ പ്രൈസ് കാറ്റഗറിയിലും ഉള്ളതാണ്, അല്ലാണ്ട് മൊത്തത്തിലുള്ള പ്രൈസ് കാറ്റഗറി അല്ല, ഓരോ പ്രൈസ് കാറ്റഗറിയിലും. അപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ മെട്രിക്സിൽ ഫസ്റ്റ് പ്രൈസ് കാറ്റഗറിയിൽ ഫാക്ടറി എയിൽ ഏതൊക്കെ വാല്യൂസ് വരുന്നത്? ബോയ്സിന് 80യും ഗേൾസിന് 60യും. അതേപോലെ സെക്കൻഡ് ഫാക്ടറി ബിയിൽ ഏതൊക്കെയാ വരുന്നത്? ബോയ്സിന് 90യും 15 ഗേൾസിന്റെ 50 ആണ് പ്രൊഡക്ഷൻ വരുന്നത് ഷൂസിന്റെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? കാറ്റഗറി 1ലുള്ള ടോട്ടൽ പ്രൊഡക്ഷൻ കാണാൻ വേണ്ടിയിട്ട് ഈ 4 വാല്യൂസും കൂടെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. 80 പ്ലസ് 60 പ്ലസ് 90 പ്ലസ് 50. ഓക്കെ, അതുപോലെ പിന്നെ എന്താ ഇവിടെ നമ്മൾ മെട്രിക്സ് ആയതുകൊണ്ട് ഡയറക്റ്റ് ആഡ് ചെയ്യല്ല ചെയ്യുന്നത്. രണ്ട് ടൈപ്പ് ഓഫ് കാറ്റഗറി ആണ് വരുന്നത്, ബോയ്സിന് വേറെ ഗേൾസിന് വേറെ. അപ്പൊ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ബോയ്സിന്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യും, പിന്നെ ഗേൾസിന്റെ ഡീറ്റെയിൽസ് വേറെ ആയിട്ടാണ് ആഡ് ചെയ്യുക. ഇവിടെ കണ്ടോ, ഫോർ ബോയ്സ് 80 പ്ലസ് 90, ഫോർ ഗേൾസ് 60 പ്ലസ് 50. അങ്ങനെ രണ്ട് ടൈപ്സിനും വേർതിരിച്ചിട്ട് തന്നെയാണ് നമ്മൾ അഡീഷൻ നടത്തുന്നത്. ഇനി എന്താണ്, സെക്കൻഡ് കാറ്റഗറിയിലും ഇതേപോലെ നമ്മൾ ചെയ്യും. ബോയ്സിൻ്റെത് 75 പ്ലസ് 70, ഗേൾസിൻ്റെത് 65 പ്ലസ് 55. തേർഡ് കാറ്റഗറിയിലാകുമ്പോഴോ ബോയ്സിൻ്റെത് 90 പ്ലസ് 75, ഗേൾസിൻ്റെത് 85 പ്ലസ് 75. അപ്പൊ നമുക്ക് എന്ത് ടോട്ടൽ കിട്ടും? ഇങ്ങനെ ടോട്ടൽ വാല്യൂ നമുക്ക് എന്താ പറയാ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇത് നമ്മൾ എന്ത് ചെയ്യാണ്? മെട്രിക്സിൽ എഴുതാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്താണ് ബോയ്സിൻ്റെത് സമ്മെല്ലാം ഒരു കോളത്തിലും ഗേൾസിന്റെ സമ്മെല്ലാം ഒരു കോളത്തിലും ആക്കിയിട്ടാണ് എഴുതുന്നത്. കണ്ടോ ഈ മെട്രിക്സ് ഫോം കണ്ടോ? 80 പ്ലസ് 90, താഴെ 75 പ്ലസ് 70, അതിന്റെ താഴെ 90 പ്ലസ് 75. സെക്കൻഡ് കോളത്തിൽ 60 പ്ലസ് 50, 65 പ്ലസ് 55, 85 പ്ലസ് 75. ഓക്കെ, ഇനി ഇപ്പൊ എന്താ വന്നത്? നമുക്കൊരു 3x3 മെട്രിക്സ് ആണ് വന്നത് ഓർഡറിൽ. നമുക്ക് എന്തായിരുന്നു? ഫാക്ടറി എയിലുള്ളതും ഒരു 3x3 മെട്രിക്സ് ആയിരുന്നു, ഫാക്ടറി ബിയിലുള്ളത് ഒരു 3x3 മെട്രിക്സ് ആയിരുന്നു. അത് രണ്ടും ആഡ് ചെയ്തിട്ട് കിട്ടുന്നതും എന്താണ്? ഒരു 3x3 മെട്രിക്സ് ആണ് അല്ലേ? അപ്പൊ എന്താണ്, നമുക്ക് രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യുമ്പോൾ അതേ സെയിം ഓർഡറിൽ തന്നെയാണ് കിട്ടുക. പിന്നെ സമ്മ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് രണ്ട് മെട്രിക്സ് സം ചെയ്യുമ്പോൾ അതിന്റെ ജനറൽ ഡെഫിനിഷൻ ആണ് ഇനി പറയുന്നത്.
രണ്ട് മെട്രിക്സ് സമ്മ് ചെയ്യുമ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ടേംസ് ആണ് സമ്മ് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു ഇവിടെ കണ്ടോ, എ എന്ന് പറയുന്നത് A11 A12 മെട്രിക്സ് A11 A12 A13 A21 A22 A23 ഒരു 2x3 മെട്രിക്സ്. അതുപോലെ ബിയും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ എയും ബിയും ആഡ് ചെയ്യുമ്പോൾ A11 അതായത് ഫസ്റ്റ് റോയില് ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റും തമ്മിലാണ് ആഡ് ചെയ്യുക. അതായത് കറസ്പോണ്ടിങ് ഒരേ പൊസിഷനിലുള്ള എലമെന്റ്സ് തമ്മിലാണ് ആഡ് ചെയ്യുക. ഓക്കെ, ക്രോസ് ആയിട്ടൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ നമുക്ക് A11 പ്ലസ് B12 ചെയ്താൽ അത് ആൻസർ തെറ്റാണ്. എങ്ങനെ തന്നെ ചെയ്യണം? A11 പ്ലസ് B11 A12 പ്ലസ് B12. അതേപോലെ നമ്മൾ ഏത് പൊസിഷനിലത്തെ എലമെന്റ് ആണോ ആഡ് ചെയ്യുന്നത് അതേ പൊസിഷനിലാണ് നമ്മൾ അതിന്റെ സമ്മ് എഴുതുക. കണ്ടോ, താഴെ എ പ്ലസ് ബി എന്ന് പറയുന്നതിന്റെ ഫസ്റ്റ് എലമെന്റ് എന്താണ്? A11 പ്ലസ് B11. അതായത് എ എന്ന മെട്രിക്സിലെ ഫസ്റ്റ് എലമെന്റ് പ്ലസ് ബി മെട്രിക്സിലെ ഫസ്റ്റ് എലമെന്റ്. അങ്ങനെയാണ് നമ്മൾ രണ്ട് മെട്രിക്സിന്റെ സമ്മ് കാണും. അതുപോലെ തന്നെ നമുക്ക് രണ്ട് മെട്രിക്സിന്റെ സമ്മ് കാണണം എന്നുണ്ടെങ്കിൽ ആ രണ്ട് മെട്രിക്സും സെയിം ഓർഡർ ആണ് ഉണ്ടാവേണ്ടത്. ഇപ്പൊ ഒരു 2x3 മെട്രിക്സും ഒരു 2x4 മെട്രിക്സും തന്നു എന്ന് വിചാരിക്കാം. പക്ഷെ അത് തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഫസ്റ്റ് മെട്രിക്സിൽ 2 റോസും 3 കോളംസും ആണ് ഉള്ളത്. പക്ഷെ സെക്കൻഡ് മെട്രിക്സിൽ 2 റോസും 4 കോളംസും ഉണ്ട്. അതായത് ഫോർത്ത് കോളം, ബിയിലെ ഫോർത്ത് കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എയില് ഒരു കോളം വരുന്നില്ല. അപ്പൊ നമുക്ക് ആഡിങ് പോസിബിൾ അല്ല. അപ്പോ അഡീഷന്റെ കേസിൽ എപ്പോഴും എന്ത് വേണം? രണ്ട് മെട്രിക്സും സെയിം ഓർഡർ വരണം. ഓക്കെ, ഇനി നമുക്ക് രണ്ട് മെട്രിക്സ് എക്സാമ്പിൾ ആയിട്ട് ആഡ് ചെയ്ത് നോക്കാം. എ എന്ന് പറയുന്നത് മെട്രിക്സ് √3 1 -1 2 3 0 ആൻഡ് ബി എന്ന് പറയുന്നത് മെട്രിക്സ് ഓഫ് 2 √5 1 -2 3 1/2. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എ പ്ലസ് ബി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എത്തെ ഫസ്റ്റ് എലമെന്റ് പ്ലസ് ബിത്തെ ഫസ്റ്റ് എലമെന്റ്, അത് എത്രയാണ്? 2 പ്ലസ് √3. അത് അതുപോലെ എഴുതും. ആൻഡ് സെക്കൻഡ് എലമെന്റ് എന്ത് വരും? അതിന്റെ എ പ്ലസ് ബിയിലെ 1 പ്ലസ് √5. തേർഡ് എലമെന്റോ -1 പ്ലസ് 1 0. പിന്നെ സെക്കൻഡ് റോയിൽ ഫസ്റ്റ് എലമെന്റ് 2 പ്ലസ് -2, അത് എത്ര? 0. സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെന്റ് 3 പ്ലസ് 3 6. അതുപോലെ സെക്കൻഡ് റോയിലെ തേർഡ് എലമെന്റ് 0 പ്ലസ് 1/2 ഈക്വൽ ടു എത്ര? 1/2. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ആയിട്ട് വരുന്ന മെട്രിക്സ്. ഓക്കെ, ഇനി ഇതിൽ പറയുന്നത് സെയിം ഓർഡർ വരികയാണെങ്കിൽ രണ്ട് മെട്രിക്സും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മെട്രിക്സിന്റെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ് നോക്കുന്നത്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ ഫാത്തിമയുടെ ഫാക്ടറീസ്, അതിൽ ഫാത്തിമ എന്ത് ചെയ്യാണ്? ഫാക്ടറി എന്റെ പ്രൊഡക്ഷൻ ഡബിൾ ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഡബിൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഫാക്ടറി എയിൽ വരുന്ന വാല്യൂസിനെ എല്ലാം ഡബിൾ ചെയ്യാണ് ചെയ്യുന്നത്. എല്ലാ കാറ്റഗറിയിലെ വാല്യൂസും ഡബിൾ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് എ ഉണ്ടായിരുന്നത് എത്രയായിരുന്നു? എ എന്ന് പറയുന്ന ഫാക്ടറിത്തെ മെട്രിക്സ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. അതില് ബോയ്സിന്റെ ഫസ്റ്റ് കാറ്റഗറിയിലുള്ളത് 80യും ഗേൾസിന്റെ 60, സെക്കൻഡ് കാറ്റഗറിയിൽ 75, ഗേൾസിന് 65, തേർഡ് കാറ്റഗറിയിൽ 60. ഓക്കെ, തേർഡ് കാറ്റഗറിയിൽ എന്താ പറയുന്നത്? uh, 90 85. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഡബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. ഡബിൾ ആക്കുക പറയുമ്പോൾ എന്താണ്? 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ് മീൻ ചെയ്യുന്നത്. അതായത് നമുക്ക് ആ മെട്രിക്സിനെയാണ്
ഡബിൾ ആക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഓരോ ഒരു ബുക്ക് മേടിക്കാൻ പോയി. ബുക്ക് മേടിക്കാൻ പോയപ്പോ ആദ്യം നമ്മൾ മേടിക്കാൻ പോയെന്ന് ഒരു ബുക്കിന് 20 റുപ്പീസ് ആയിരുന്നു. സെക്കൻഡ് ഡേ ചെന്നപ്പോൾ അത് ഡബിൾ ആക്കി. അതിന്റെ മീനിങ് എന്താണ്? 2 into 20. അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ ഓരോ എലമെന്റ്സ് ആയിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഓരോ പ്രൊഡക്റ്റിന്റെ നമ്പേഴ്സിനും 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. ഇവിടെയും മെട്രിക്സ് ആണെന്നുണ്ടെങ്കിലും സെയിം പ്രോസസ് ആണ് വരുന്നത്. കാരണം എന്താ? എല്ലാ എലമെന്റ്സിനും ഡബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. അതായത് എല്ലാ എലമെന്റ്സിനും 2 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മെട്രിക്സിന്റെ ഉള്ളിലെ ഓരോ എലമെന്റ്സിനും 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ മെട്രിക്സ് കിട്ടും. അതായത് 2 into 80 160, 2 into 60 120, 2 into 75 150, 2 into 65 130, 2 into 90 180, 2 into 85 170. ഓക്കെ, ഇങ്ങനെയാണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. അതായത് ഇവിടെ സ്കേലാർ എന്തായിരുന്നു? 2. അപ്പോ ജനറൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു മെട്രിക്സിനെ നമ്മൾ ഒരു സിംഗിൾ വാല്യൂ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആയിട്ട് വരും നമ്മൾ അതിലെ ഓരോ എലമെന്റ്സിനും ആ ഒരു വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ, അതായത് ഇപ്പൊ ഇവിടെ 2 ആയിരുന്നു സ്കേലാർ. അപ്പൊ നമ്മൾ എന്താണ് ചെയ്തത്? 2 into ആ മെട്രിക്സ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ 2 കൊണ്ട് എല്ലാ എലമെന്റ്സിനും, ആ മെട്രിക്സിലുള്ള എല്ലാ എലമെന്റ്സിനും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി ഒരു കെ ആണ് വരുന്നതെന്ന് വിചാരിച്ചോളൂ. എ ആണ് നമ്മുടെ മെട്രിക്സ്. A11, A12, A13 എക്സെട്ര A1n എക്സെട്ര AM എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൽ എന്ത് വരും? മെട്രിക്സ് ഓഫ് കെ A11, കെ A12, കെ A13 എക്സെട്ര കെ A1n എക്സെട്ര കെ AM എന്ന് വരും. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ ചെയ്യാം. നമുക്കിപ്പോ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് എന്താണ്? 3 1 1.5 √5 7 -3 2 0 5 ആണ്. അപ്പൊ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 3a ആണ്. 3a എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ സ്കേലാർ എന്താ വരുന്നത്? 3 ആണ്. നമ്മുടെ മെട്രിക്സ് ഏതാണ്? എ ആണ്. അപ്പോ 3 into മെട്രിക്സ് എ എന്ന് പറയുമ്പോൾ ആ മെട്രിക്സിലെ എല്ലാ എലമെന്റ്സിനും 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? 3 into 3 9, 3 into 1 3, 3 into 1.5 4.5, 3 into √5 3 √5, 3 into 7 21, 3 into -3 -9, 3 into 2 6, 3 into 0 0, 3 into 5 15. ഓക്കെ, ഇനി ഒരു മെട്രിക്സിന്റെ നെഗറ്റീവ് ആണ് കാണുന്നത് വിചാരിക്കാം. അതായത് -a ആണ് കാണേണ്ടതെന്ന് വിചാരിക്കാം. അപ്പൊ എന്താണ്? നമ്മളിപ്പോ -a എങ്ങനെ നമുക്ക് മാറ്റി എഴുതാം? -1 into a. ഓക്കെ, അപ്പൊ അവിടെ എന്താ സ്കേലാർ വരുന്നത്? -1. അപ്പൊ ഈ നെഗറ്റീവ് വരുമ്പോ അയ്യോ ഇതിൽ സ്കേലാർ ഇല്ലല്ലോ അങ്ങനെ ഒന്നും ആലോചിക്കണ്ട. കാരണം എന്താ? അവിടെ -1 എന്നുള്ളൊരു എലമെന്റ്, ഒരു നമ്പർ ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ അതാണ് നമ്മുടെ സ്കേലാർ നമ്പർ ആയിട്ട് വരുന്നത്. അപ്പൊ അത് വെച്ചിട്ട് എനെ ടോട്ടൽ ആയിട്ട് എന്ത് ചെയ്യാ? മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് രണ്ട് മെട്രിക്സിന്റെ ഡിഫറൻസ് ആണ്. അതായത് മൈനസ് ചെയ്യുന്നത്, ഒരു മെട്രിക്സ് എങ്ങനെയാണ് മൈനസ് ചെയ്യുന്നത്, സബ്സ്ട്രാക്ഷൻ ആണ് പറയുന്നത്. അത് നമ്മൾ അഡീഷൻ ചെയ്ത് അതേപോലെ തന്നെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് എന്താണ്? അഡീഷൻ ചെയ്യുമ്പോഴും സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴും ആ രണ്ട് മെട്രിക്സിന്റെയും നമ്മൾ ചെയ്യുന്ന ആ രണ്ട് മെട്രിക്സിന്റെയും ഓർഡർ സെയിം ആയിരിക്കണം. ഓക്കെ, ഇവിടെ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെട്രിക്സും തന്നിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെട്രിക്സും തന്നിട്ടുണ്ട്. അപ്പോ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 2a - b. 2a കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ പഠിച്ചു. നമ്മൾ നേരത്തെ 3a ചെയ്ത പോലെ തന്നെയാണ് 2a ചെയ്യുന്നത്. 2 വെച്ചിട്ട് എത്തെ എല്ലാ എലമെന്റ്സിനും മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന് b - c ആണ് ചെയ്യേണ്ടത്. നമ്മൾ അഡീഷൻ ചെയ്ത പോലെ തന്നെ സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പോഴും കറസ്പോണ്ടിങ് ടേംസ് തമ്മിലാണ് മൈനസ് ചെയ്യുക. അതായത് ഇതിലെ 2a ഇവിടെ എന്താ വരുന്നത്? മെട്രിക്സ് 2 4 6 4 6 2. ആ എലമെന്റ്സിനെ
നമുക്ക് എന്ത് ചെയ്യാം? -3, 2 - 3, 4 - 1. ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാല് നമുക്ക് -b ആണ്. -b നമുക്ക് എങ്ങനെ എഴുതാം? -1 × b എന്ന് എഴുതാം. ഓക്കെ, അത് വെച്ചിട്ടാണ്, അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് എന്നുള്ള സൈന് വരുന്നത്. ഈ ഇവിടെ ഉള്ള മൈനസിനെ -1 ആക്കി കൺസിഡർ ചെയ്തിട്ട് ആ -1 മെട്രിക്സിന്റെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് വരും? പുറത്ത് പ്ലസ് വരും. ഉള്ളിലുള്ള എല്ലാ നമ്പേഴ്സും ഓപ്പോസിറ്റ് സൈൻ ആവും. 3 ഉള്ളത് -3 ആവും, -1 1 ആവും, 3 -3 ആവും, -1 1 0 -2. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തമ്മിൽ ആഡ് ചെയ്യാം. ഇനി നമുക്ക് പറയാനുള്ളത് മെട്രിക്സ് അഡീഷന് കുറച്ച് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതിൽ ഫസ്റ്റത്തെ പ്രോപ്പർട്ടിയാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോ പറയുന്നത് നമ്മൾ രണ്ട് മെട്രിക്സ് കൺസിഡർ ചെയ്യാണ്. A = മെട്രിക്സ് Aij, B = മെട്രിക്സ് Bij. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ രണ്ട് മെട്രിക്സ് എങ്ങനെയുള്ള മെട്രിക്സ് ആണ്? സെയിം ഓർഡറുള്ള മെട്രിക്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പോ നമ്മൾ A+B ചെയ്താലും B+A ചെയ്താലും ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം എന്താ? നമ്മൾ അതിൻ്റെ ഉള്ളിലെ വാല്യൂസ്, അതിൻ്റെ ഉള്ളിലെ നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ നമ്പേഴ്സ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാല് നമുക്ക് അതിപ്പോ ഒരു നമ്പർ 1 ആണ്. ഫസ്റ്റ് ഇത് നമ്മൾ കൺസിഡർ ചെയ്യാം. ഈ ഒരു എയും ബിയും കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ A+B ചെയ്യുമ്പോൾ ഫസ്റ്റ് എലമെന്റ് എന്താ കിട്ടുക? 1 + 3 = 4. ഇനി B+A ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 3 + 1 = 4. രണ്ടും സെയിം ആണ്. അപ്പോ A+B ചെയ്താലും B+A ചെയ്താലും നമുക്ക് എന്താ കിട്ടുന്നത്? ഒരേ വാല്യൂസ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആ ഒരു ലോയ്ക്കാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത്. അതായത് A+B = B+A. ഓക്കെ, പിന്നെ പറയുന്നത് ഇത് എങ്ങനെയാണ് ഈ A+B = B+A വന്നത് എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ A എന്ന് പറഞ്ഞാൽ എന്താ? മെട്രിക്സ് Aij, B എന്ന് പറഞ്ഞാൽ മെട്രിക്സ് Bij. അപ്പൊ നമ്മൾ A+B ആണ് കാണുന്നത്. A എന്ന് പറയുമ്പോൾ മെട്രിക്സ് Aij പ്ലസ് B മെട്രിക്സ് Bij. അതിന് നമുക്ക് എന്ത് എഴുതാം? ഇപ്പൊ രണ്ട് മെട്രിക്സ് സം ചെയ്യുമ്പോൾ നമ്മൾ ആ രണ്ട് മെട്രിക്സിന്റെയും ഓരോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസിന്റെ സമ്മല്ലേ മെട്രിക്സിന്റെ ഉള്ളിൽ എഴുതുന്നത്. ആ ഒരു ഫോമിലാണ് ഈക്വൽ മെട്രിക്സ് Aij പ്ലസ് Bij എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോ Aij പ്ലസ് Bij രണ്ട് നമ്പേഴ്സ് ആണ്. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? ഇപ്പൊ Bij പ്ലസ് Aij എഴുതിയാലും കുഴപ്പമില്ല. കാരണം എന്താണ്? നമ്പേഴ്സ് ഓൾറെഡി എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് രണ്ട് നമ്പേഴ്സിന്റെ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഓക്കെ, അതായത് A+B = B+A ആണ്. അത് വെച്ചിട്ട് നമുക്ക് എന്തെഴുതാം? Aij പ്ലസ് Bij മാറ്റിയിട്ട് Bij പ്ലസ് Aij എന്ന് എഴുതാം. അപ്പോ അടുത്ത ഈക്വൽ ടു വരുമ്പോ നമുക്ക് എന്ത് ചെയ്താം? നേരത്തെ നമ്മൾ മെട്രിക്സിനെ എന്താണ് ആഡ് ചെയ്തിട്ട് രണ്ട് വാല്യൂസും മെട്രിക്സിന്റെ ഉള്ളിൽ എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ രണ്ട് വാല്യൂസിനും Bij പ്ലസ് Aij നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് മെട്രിക്സ് Bij പ്ലസ് മെട്രിക്സ് Aij എന്ന് എഴുതാം. നമുക്ക് മെട്രിക്സ് Bij എന്ന് പറഞ്ഞാൽ എന്താണ്? ബിക്ക് ഈക്വൽ ആണ്. അതേപോലെ മെട്രിക്സ് Aij എന്ന് പറഞ്ഞാൽ എന്താണ്? എക്ക് ഈക്വൽ ആണ്. അപ്പൊ നമുക്കതിനെ ഈക്വൽ ആയിട്ട് P+A എന്ന് കിട്ടി. ഓക്കെ, മനസ്സിലായില്ല എല്ലാവർക്കും? ഇനി അസോസിയേറ്റീവ് ലോ ആണ് പറയുന്നത്. അസോസിയേറ്റീവ് ലോ എന്ന് പറയുമ്പോൾ മൂന്ന് മെട്രിക്സ് കൺസിഡർ ചെയ്യാണ്. A, B, C. അതില് A+B + C = A+B+C ആയിരിക്കും. അതിനെയാണ് നമ്മൾ അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത്. അവിടെ എൻ്റെയും ബിന്റെയും സിന്റെയും എല്ലാം ഓർഡർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് ഇത് പ്രൂവ് ചെയ്യാം. പ്രൂവ് ചെയ്യുന്നത് A+B + C. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം A+B ചെയ്യും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മെട്രിക്സ് Aij പ്ലസ് മെട്രിക്സ് Bij, പിന്നെ എന്താ പറയാ, ബ്രാക്കറ്റിന്റെ പുറത്ത് മെട്രിക്സ് Cij.
ഇത് നമ്മൾ നേരത്തെ ഫസ്റ്റ് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, മെട്രിക്സ് എ ഐ ജെ പ്ലസ് മെട്രിക്സ് ബി ഐ ജെനെ നമുക്ക് മാറ്റിയിട്ട് ഒരു മെട്രിക്സിന്റെ ഉള്ളിലായിട്ട് എഴുതാം. മെട്രിക്സ് ഓഫ് എ ഐ ജെ പ്ലസ് ബി ഐ ജെ പ്ലസ് സി ഐ ജെ. ഇനി നമ്മൾ എന്താക്കുക, ഈ മെട്രിക്സ് ഓഫ് എ ഐ ജെ പ്ലസ് ബി ഐ ജെനെ ഒരു ടേം ആയിട്ട് എടുത്തിട്ട് അതിക്ക് മെട്രിക്സ് സി ഐ ജെ ആഡ് ചെയ്യാം. നമ്മളിപ്പോ മെട്രിക്സ് എ ഐ ജെ പ്ലസ് മെട്രിക്സ് ബി ഐ ജെ ചെയ്ത പോലെ തന്നെ അവിടെ മെട്രിക്സ് എ ഐ ജെ ഒരു ടേമും മെട്രിക്സ് ബി ഐ ജെ ഒരു ടേം എഴുതും. അതുപോലെ തന്നെ ഇവിടെ മെട്രിക്സ് ഓഫ് എ ഐ ജെ പ്ലസ് ബി ഐ ജെ ഒരു ടേമും മെട്രിക്സ് സി ഐ ജെ ഒരു ടേമായിട്ട് എടുക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനെ രണ്ടിനും ഈ ഒരു സി ഐ ജെനും കൂടെ ഈ മെട്രിക്സിന്റെ ഉള്ളിലേക്കാക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതായത് മെട്രിക്സ് ഓഫ് എ ഐ ജെ പ്ലസ് ബി ഐ ജെ പ്ലസ് സി ഐ ജെ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ബി ഐ ഇത് നമുക്ക് നമ്പേഴ്സ് ആണ് ഇവിടെ എ ഐ ജെയും ബി ഐ ജെയും സി ഐ ജെ ഒക്കെ വരുന്നത്. നമുക്കറിയാം നമ്പേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ നമ്പേഴ്സും അസോസിയേറ്റീവും ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എ ഐ ജെ പ്ലസ് ബി ഐ ജെ പ്ലസ് സി ഐ ജെ എന്ന് മാറ്റിയിട്ട് എഴുതാം. എന്നിട്ട് നമുക്ക് മെട്രിക്സിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് എങ്ങനെ എഴുതാം, മെട്രിക്സ് എ ഐ ജെ പ്ലസ് മെട്രിക്സ് ഓഫ് ബി ഐ ജെ പ്ലസ് സി ഐ ജെ എന്ന് എഴുതാം. അവിടെ ആ സെക്കൻഡ് മെട്രിക്സ് നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ മെട്രിക്സ് എ ഐ ജെ പ്ലസ് മെട്രിക്സ് ബി ഐ ജെ പ്ലസ് മെട്രിക്സ് സി ഐ ജെ വരും. മെട്രിക്സ് എ ഐ ജെ എന്താണ്, എ. മെട്രിക്സ് ബി ഐ ജെ എന്താണ്, ബി. മെട്രിക്സ് സി ഐ ജെ എന്താണ്, സി. അപ്പോൾ അതിൻ്റെ വാല്യൂസ് കൊടുക്കുമ്പോൾ എ പ്ലസ് ബി പ്ലസ് സി കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, നമ്മൾ എവിടുന്നാ തുടങ്ങിയത്, എ പ്ലസ് ബി പ്ലസ് സി എന്നാണ് തുടങ്ങിയത്. അത് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ റിസൾട്ട് ആയില്ലേ. ഓക്കെ, ഇനി പറയുന്നത് അഡിറ്റിവിറ്റി ഐഡന്റിറ്റി ആണ്. അഡിറ്റിവിറ്റി ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിനെ വേറൊരു മെട്രിക്സ് കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ മെട്രിക്സ് തന്നെയാണ് കിട്ടുക. അതായത് എ പ്ലസ് വേറൊരു മെട്രിക്സ് ചെയ്യുമ്പോൾ ഈക്വൽ ടു എ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഏത് മെട്രിക്സ് വെച്ചിട്ടാണ് നമ്മൾ എനോട് ആഡ് ചെയ്തത് അതിനെയാണ് അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയാം. ഇവിടെ നമുക്ക് സീറോ മെട്രിക്സ് ആണ് മെട്രിക്സിൻ്റെത് അഡിറ്റീവ് ഐഡന്റിറ്റി ആയിട്ട് വരുന്നത്. നമ്മളിപ്പോൾ നമ്പേഴ്സിന്റെ കേസാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഇൻറ്റിജേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 + 0 എന്ന് പറയുന്നത് 1 ആണ്, -1 + 0 എന്ന് പറയുന്നത് -1 ആണ് അല്ലേ, 0 ആഡ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ഇവിടെ ഉള്ള അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് മെട്രിക്സ് സീറോ മെട്രിക്സ് ആണ്. അതായത് എല്ലാ എലമെന്റ്സും 0 ആയിട്ട് വരുന്ന മെട്രിക്സ്. ഓക്കെ, ഇനി ഇവിടെ എന്തുണ്ടാവും, എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവും. അതായത് എ പ്ലസ് ഒരു മെട്രിക്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അഡിറ്റീവ് ഐഡന്റിറ്റി ആണ് കിട്ടുക. ഓക്കെ, അതായത് എന്താ, നമുക്ക് ഒരു സ്ക്വയർ മെട്രിക്സ് ഏതെന്നാൽ അതിനെ നമുക്ക് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ എന്റെ നേരെ എന്ത് വരും, നെഗറ്റീവ്സ് വരും ഇല്ലേ, എന്റെ വാല്യൂസിന്റെ നെഗറ്റീവ്സ് വരും. അപ്പൊ അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 0 അല്ലേ കിട്ടുക. അപ്പൊ ഇവിടെ എന്തുണ്ട്, അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ട് മെട്രിക്സ് അഡീഷനിൽ ട്ടോ. ഇനി സ്കേലാർ മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഒരു മെട്രിക്സിനെ ഒരു സിംഗിൾ എലിമെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സും ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സും കൺസിഡർ ചെയ്യാം വിത്ത് ഓർഡർ m/n ആൻഡ് കെയും എല്ലും രണ്ട് സ്കേലാർസ് ആണെന്ന് എടുത്തു. ഇനി നമുക്ക് ഫസ്റ്റ് എന്താ പറയുന്നത്, കെ ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് കെ എ പ്ലസ് കെ ബി ആണ്. ഓക്കെ, അതുപോലെ തന്നെ കെ പ്ലസ് എൽ ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്, കെ എ പ്ലസ് എൽ എ ആണ്. ഇതെങ്ങനെയാണ്, ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ കിട്ടും കേട്ടോ. കാരണം കെ ഓഫ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, എ പ്ലസ് ബി നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ട് മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതാന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ എന്താണ്, ഈ കെനെ ഓരോ എന്താണ് ഈ ബ്രാക്കറ്റ് തുറന്നിട്ട് കെ ഇൻറ്റു എ പ്ലസ് കെ ഇൻറ്റു ബി എന്നായിട്ട് എഴുതാം. അതുപോലെ തന്നെ കെ പ്ലസ് എൽ, കെയും ഒരു സ്കേലാറാണ് എല്ലും ഒരു സ്കേലാറാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എനെ കെ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എനെ എല്ലായിട്ടും മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് അത് തമ്മിൽ ആഡ് ചെയ്യാം. ഇനി സെക്കൻഡ് പറയുന്നത് കെ ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു കെ എ പ്ലസ് കെ ബി. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്.
അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുക്കാം? കെ ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു കെ ഓഫ് മെട്രിക്സ് എ ഐ ജെ പ്ലസ് മെട്രിക്സ് ബി ഐ ജെ എന്ന് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ആ രണ്ട് മെട്രിക്സ് എ ഐ ജെനും മെട്രിക്സ് ബി ഐ ജെനും ആഡ് ചെയ്തിട്ട് എഴുതി. അതായത് കെ ഈക്വൽ ടു കെ ഇൻറ്റു മെട്രിക്സ് ഓഫ് എ ഐ ജെ പ്ലസ് ബി ഐ ജെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ നമുക്കറിയാം, ഒരു മെട്രിക്സിനെ ഒരു സ്കേലാർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ മെട്രിക്സിന്റെ ഉള്ളിലെ ഈച്ച് എലമെന്റിനും നമ്മൾ ആ സ്കേലാർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ എന്താണ്? എ ഐ ജെ പ്ലസ് ബി ഐ ജെ എന്ന് പറയുന്നത് ആ മെട്രിക്സിന്റെ ഒരു എലമെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ കെനെ മെട്രിക്സിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് വന്നു? മെട്രിക്സ് ഓഫ് കെ ഇൻറ്റു എ ഐ ജെ പ്ലസ് ബി ഐ ജെ വന്നു. എ ഐ ജെ എന്ന് പറയുന്നത് ഒരു നമ്പറാണ്, ബി ഐ ജെ എന്ന് പറയുന്നത് വേറൊരു നമ്പറാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ട് ഈക്വൽ ടു മെട്രിക്സ് ഓഫ് കെ എ ഐ ജെ പ്ലസ് കെ ബി ഐ ജെ എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇപ്പോ നേരത്തെ അഡീഷനിലൊക്കെ ചെയ്ത പോലെ തന്നെ ഈ മെട്രിക്സിനെ എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്തു. നമുക്ക് എന്ത് കിട്ടി? ഈക്വൽ ടു കെ എ ഐ ജെ പ്ലസ് കെ ബി ഐ ജെ എന്ന് കിട്ടി. ഓക്കെ, അത് ഈക്വൽ ടു എന്ത് കിട്ടും? ഇതിൽ നമുക്ക് ഒരു മെട്രിക്സിനെ ഒരു സ്കേലാർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പറഞ്ഞാൽ എന്താണ്? എല്ലാ എലമെന്റ്സിനും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എല്ലാ എലമെന്റ്സിനും ആ എലമെന്റ് കോമൺ ആയിട്ട് എടുത്തൂടെ? ആ സ്കേലാർ കോമൺ ആയിട്ട് എടുത്തൂടെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കെ ഇൻറ്റു മെട്രിക്സ് എ ഐ ജെ പ്ലസ് കെ ഇൻറ്റു മെട്രിക്സ് ബി ഐ ജെ എന്ന് കിട്ടും. മെട്രിക്സ് എ ഐ ജെ എന്തായിരുന്നു? എ. മെട്രിക്സ് ബി ഐ ജെ എന്തായിരുന്നു? ബി. അപ്പൊ ഈക്വൽ ടു കെ എ പ്ലസ് കെ ബി. അപ്പൊ എന്ത് കിട്ടി? കെ ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് കെ എ പ്ലസ് കെ ബി. ഇനി നമുക്ക് അടുത്ത ചെയ്യാനുള്ളത് കെ പ്ലസ് എൽ എ ഈക്വൽ ടു കെ പ്ലസ് എൽ എ ഐ ജെ കെ പ്ലസ് എൽ ഇൻറ്റു മെട്രിക്സ് എ ഈക്വൽ ടു കെ എ പ്ലസ് എൽ എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, ഈ സെക്കൻഡിൽ ചെയ്ത പോലെ തന്നെ ആണ് ചെയ്യുന്നത്. കെ പ്ലസ് എൽ ഇൻറ്റു മെട്രിക്സ് എ ഐ ജി എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ആ ഒരു കെ പ്ലസ് എൽ എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്കേലാർ ആണ്. അത് കെയും ഒരു സ്കേലാർ ആണ്, എല്ലും ഒരു സ്കേലാർ ആണ്. അതിന്റെ അഡീഷനും എന്തായിരിക്കും? ഒരു സ്കേലാർ ആയിരിക്കും. അപ്പൊ നമുക്ക് ആ ഒരു സ്കേലാർ നമ്പർ കെ പ്ലസ് എല്ലിനെ ഒരു സ്കേലാർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ആ ഒരു സ്കേലാർ നമ്പർ ഒരു മെട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും? ആ ഒരു സ്കേലാർ നമ്പർ മെട്രിക്സിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ എ ഐ ജെ എന്ന് പറയുന്ന എലമെന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. പ്ലസ് എന്ത് വരും? അത് നമുക്ക് ഈക്വൽ ടു എന്ത് വരും? കെ ഇൻറ്റു എ ഐ ജെ പ്ലസ് ഇവിടെ എന്താണ്? ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. മെട്രിക്സ് കെ പ്ലസ് എൽ എ ഐ ജെ ഈക്വൽ ടു എന്നാണ് കേട്ടോ വരുന്നത്. ഈക്വൽ ടു കെ എ ഐ മെട്രിക്സ് കെ എ ഐ ജെ പ്ലസ് മെട്രിക്സ് എൽ എ ഐ ജെ ആണ് വരിക. അത് ഈക്വൽ ടു എന്ത് വരും? കെ ഇൻറ്റു മെട്രിക്സ് എ ഐ ജെ പ്ലസ് എൽ ഇൻറ്റു മെട്രിക്സ് എ ഐ ജെ എന്ന് വരും. അത് ഈക്വൽ ടു കെ എ പ്ലസ് എൽ എന്ന് വരും. മനസ്സിലായോ? ഇനി നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം ഇത് വെച്ചിട്ട്. എ തന്നിട്ടുണ്ട്. എ ഈക്വൽ ടു മെട്രിക്സ് 804 -2 36. ബി ഈക്വൽ ടു മെട്രിക്സ് 2 -2 4 2 -5 1. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ? 2a പ്ലസ് ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. 2a പ്ലസ് 3x ഈക്വൽ ടു 5b ആണ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. ഇത് നമുക്ക് എന്ത് ചെയ്യാം? 2a പ്ലസ് 3x ഈക്വൽ ടു 5b നമുക്ക് റീഅറേഞ്ച് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? 2a പ്ലസ് 3x ഈക്വൽ ടു 5b. അതിന് നമുക്ക് മാറ്റിയിട്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മൾ -2a വെച്ചിട്ട് ആഡ് ചെയ്യാണ്. അപ്പൊ 2a പ്ലസ് 3x മൈനസ് 2a ഈക്വൽ ടു 5b മൈനസ് 2a എന്ന് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യാണ്? നമ്മൾ നേരത്തെ പഠിച്ച ലോ വെച്ചിട്ട് എന്താണ്? മെട്രിക്സ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ്, അഡീഷൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2a മൈനസ് 2a പ്ലസ് 3x ഈക്വൽ ടു 5b മൈനസ് 2a എന്ന് എഴുതാം. അതായത് നമുക്ക് മെട്രിക്സിന്റെ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് പറയുമ്പോൾ നമുക്ക് 3x മൈനസ് 2a
എന്താ ആക്കി എഴുതാം, -2a + 3x എഴുതിയാലും കുഴപ്പമില്ല, രണ്ടിന്റെ വാല്യൂം സെയിം ആണ്. അപ്പൊ നമ്മള് ആ തേർഡ് ലൈനിൽ അങ്ങനെ മാറ്റി എഴുതിയേക്കാണ് 2a - 2a + 3x = 5b - 2a. അവിടെ 2a - 2a ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0. അതെന്താണ്, ആ റിസൾട്ട് എന്തായിരുന്നു, മെട്രിക്സിന് എന്തുണ്ട്, ഇൻവേഴ്സ് ഉണ്ട് എന്നുള്ളത്, അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ട് എന്നുള്ള ആ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ആ 0 വന്നിട്ടുള്ളത്. ഓക്കെ, ആ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത് കേട്ടോ. പിന്നെ അപ്പോ അത് നെക്സ്റ്റ് ലൈനിൽ എന്ത് കിട്ടും, 3x = 5b - 2a എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ 3ന്റെ ആ സ്കേലാർ ആയിട്ടുള്ള 3നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ x = 1/3 5b - 2 എന്ന് കിട്ടും. ഇനി നമുക്ക് ഓരോ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ പ്രോപ്പർട്ടീസും വെച്ചിട്ട് ഇത് ചെയ്യാം. അതായത് 1/3 എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്കേലാർ ആണ്, ആൻഡ് ബിന്റെ സ്കേലാർ ആണ് 5, എന്റെ സ്കേലാർ ആണ് -2. നമ്മൾ എന്ത് ചെയ്യാ, 5b കണ്ടുപിടിക്കുക. 5b എന്താണ്, 10 - 10 20 10 - 25 5. -2a എന്താണ്, ആദ്യം 2a ചെയ്യുക. 2a ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 16 0 4 -4 6 12 കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യാം, അവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലേ, അപ്പൊ ആ -1 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6 0 -8 4 -6 -12 എന്ന് കിട്ടും. സാധാ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ അത് പിന്നെ ഇനി നമുക്ക് 1/3 ആണ് അവിടെ ബാലൻസ് വരുന്നത്. ബ്രാക്കറ്റിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ സാധാ മൾട്ടിപ്ലിക്കേഷനും സാധാ അഡീഷനും സ്കെലാർ മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ചെയ്തു. നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന മെട്രിക്സ് ആണ് -2 -10/3 4 14/3 -31/3 -7/3. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ ആണ് നോക്കുന്നത്. എക്സും വൈയും ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് x + y തന്നിട്ടുണ്ട്, x - y തന്നിട്ടുണ്ട്. x + y എന്താണ്, മെട്രിക്സ് 5 2 0 9. x - y എന്താണ്, 3 മെട്രിക്സ് 3 6 0 -1. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, മെട്രിക്സ് എക്സും മെട്രിക്സ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ എന്ത് ചെയ്യും, x + y + x - ഇപ്പൊ നമുക്ക് രണ്ട് മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്, എക്ക് പകരം x + y യും ബിക്ക് പകരം x - y. അപ്പൊ നമ്മൾ x + y നെ a ആയിട്ടും x - y നെ b ആയിട്ടും കൺസിഡർ ചെയ്യാം. എന്നിട്ട് അത് തമ്മിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, x + y + x - y എന്ന് പറയുന്നത് എന്ത് കിട്ടും, മെട്രിക്സ് 5 2 0 9 പ്ലസ് മെട്രിക്സ് 3 6 0 -1 കിട്ടും. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്താണ് ഇത്, നമ്മുടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയും അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഒക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, x + y + x - y നെ x + x + y - y എഴുതാം. അതെങ്ങനെ, x + y നെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ട് x + y + x - y കിട്ടും. അതിൽ നമ്മൾ x - y നെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് മാറ്റി എഴുതാം, -y x ആക്കി എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ x + y നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, ഞാനിപ്പോ എഴുതി കാണിച്ചു തരാം കേട്ടോ. x + y + x - y എന്നാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഫസ്റ്റത്തെ x + y നെ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റത്തെ x + y യും + x - y ആണ് വരുന്നത്. ഇതില് സെൻട്രലിൽ വരുന്ന y + x നെ നമുക്ക് ആ കമ്മ്യൂട്ടേറ്റീവ് ലോ വെച്ചിട്ട് എന്ത് ചെയ്യാം, മാറ്റി എഴുതാം. അപ്പൊ എന്ത് വരും, x + x + y - y എന്ന് വന്നു. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ വന്നത് ആ ഇക്വേഷൻ. അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫോർമുല കിട്ടി. അതിൽ വൈയും ക്യാൻസൽ ആയി പോയി, y - y എന്താണ് 0 ആണ്. പിന്നെ x + x എന്ന് പറയുന്നത് 2x ആണ്.
അപ്പൊ അത് മോൾട്ട് മെട്രിക്സ് ആഡ് ചെയ്തിട്ടുള്ള വാല്യൂസ് വരുമ്പോൾ 2x ഈക്വൽ ടു മെട്രിക്സ് 8,8,0,8 എന്നുള്ള വാല്യൂ കിട്ടി. അതിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് ആ 2നെ 1/2 ആക്കിയിട്ട് അപ്പുറത്തെ ഇനിയിപ്പോ രണ്ട് സൈഡിലും 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത് ചെയ്യുമ്പോൾ x ഈക്വൽ ടു 1/2 ഇൻറ്റു മെട്രിക്സ് 8,8,0,8 കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് എക്സ് വാല്യൂ കിട്ടി. ഇനി ആ എക്സ് വാല്യൂ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഫോർമുല എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് മൈനസ് വൈ ആദ്യം നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി നമ്മൾ ആ രണ്ട് മെട്രിക്സും തമ്മിൽ മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ 2y ഈക്വൽ ടു 2 മെട്രിക്സ് 2 മൈനസ് 4 0 10 കിട്ടും. ഓക്കെ, എന്നിട്ട് അതിൽ നിന്ന് y നമ്മൾ എക്സ് കണ്ടുപിടിച്ച പോലെ തന്നെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. 1 മൈനസ് 2 0 5 കിട്ടും. ഓക്കെ, ഇത് മനസ്സിലായോ? ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മൾ ചെയ്തതൊക്കെ ഓരോ ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. ഇനി ഇതൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഇതില് ഇനി 10th എക്സാമ്പിൾ പറയുന്നത് എക്സിന്റെയും വൈന്റെയും വാല്യൂ കണ്ടുപിടിക്കാനാണ്. ഇതുവരെ നമ്മൾ എക്സ് പറയുന്ന മെട്രിക്സും വൈ എന്ന് പറയുന്ന മെട്രിക്സും ആയിരുന്നു ഇതിന് മുന്നത്തെ പ്രോബ്ലം ചെയ്തത്. ഇനി എക്സ് അതായത് എലമെന്റിനെയാണ് കണ്ടുപിടിക്കുന്നത്, ഇതിലുള്ള എൻട്രീനെയാണ് കണ്ടുപിടിക്കുന്നത്. എക്സ് എന്ന് പറയുന്നതും വൈ എന്ന് പറയുന്നതും എത്രയാണ് വാല്യൂ എന്നാണ് കണ്ടുപിടിക്കുന്നത്. അതിന് നമുക്ക് അവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. 2 ഇൻറ്റു മെട്രിക്സ് ഓഫ് എക്സ് 5 minus 4 1 2 ഈക്വൽ ടു മെട്രിക്സ് 7 6 15 14. അപ്പൊ നമുക്ക് എന്തറിയാം, രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യണത് എങ്ങനെയാണ്, കറസ്പോണ്ടിങ് പൊസിഷനിലുള്ള നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? ഇപ്പോ 2x പ്ലസ് 3 എന്ന് പറയുന്നത് 7 ആണെന്നുള്ള ഒരു ഇൻഫർമേഷനും കിട്ടും. അതുപോലെ തന്നെ 2 ഇൻറ്റു y മൈനസ് 3 എന്ന് പറയുന്നത് 14 ആണെന്നുള്ള ഇൻഫർമേഷനും കിട്ടും ഇല്ലേ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2x plus 3 equal to 7, which means 2x equal to 7 minus 3. അപ്പൊ x എന്ത് കിട്ടും? 4/2. 7 minus 3 എന്താണ്? 4 ആണ്. അപ്പോ 2x equal to 4 കിട്ടും. x എന്ന് പറയുന്നത് 4/2 equal to 2 എന്ന് കിട്ടും. അതുപോലെ y-ല് 2y minus 4 equal to 14 ആണ്. അപ്പൊ 2y എന്ത് കിട്ടും? 18 കിട്ടും. അതായത് ഇവിടെ -4 ആയിരുന്നു, -4 അപ്പുറത്തെ സൈഡ് പോകുമ്പോൾ +4 ആവും. അപ്പൊ 18 കിട്ടും. ആൻഡ് y ഈക്വൽ ടു 18/2 എന്ന് കിട്ടും. അപ്പോൾ y-ന്റെ ആൻസർ എന്താ? 9. അപ്പൊ എക്സും കണ്ടുപിടിച്ചു, y-യും കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം ചെയ്യാം. അടുത്ത പ്രോബ്ലം പറയുന്നത് രണ്ട് ഫാമേഴ്സിന്റെ ഡാറ്റാസ് ആണ് തന്നിട്ടുള്ളത്. രാം കിഷനും ഗുഡ്ചരൺ സിംഗും 3 വെറൈറ്റീസ് ഓഫ് റൈസ് കൾട്ടിവേറ്റ് ചെയ്തു. അതിൽ നമുക്ക് അവരുടെ സെയിലാണ് കമ്പയർ ചെയ്യേണ്ടത്. ഫസ്റ്റ് സെപ്റ്റംബറിലുള്ള 2 മന്തിലുള്ള രണ്ട് ഫാമേഴ്സിന്റെയും സെയില് തന്നിട്ടുണ്ട്. സെപ്റ്റംബറിലുള്ളതും തന്നിട്ടുണ്ട്. ഫസ്റ്റ് എ എന്ന് പറയുന്നത് സെപ്റ്റംബറിലാണ്, ബി എന്ന് പറയുന്നത് ഒക്ടോബറത്തെ സെയിലാണ്. അതിൽ റോ വൈസ് ആയിട്ട് പോയിട്ടുള്ളത് ഓരോ ഫസ്റ്റ് റോയില് രാം കിഷനും സെക്കൻഡ് റോ ഗുർചരൺ സിംഗിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഓരോ കോളം ഓരോ ടൈപ്പ് ഓഫ് റൈസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ രണ്ട് പേരുടെയും കമ്പൈൻഡ് സെയിൽ, അതായത് സെപ്റ്റംബറത്തെയും ഒക്ടോബറത്തെയും കമ്പൈൻഡ് സെയിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കമ്പൈൻഡ് സെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഒക്ടോബറിൽ കിട്ടിയതും സെപ്റ്റംബറിൽ കിട്ടിയതിൻ്റെയും ടോട്ടൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് അതിന്റെ രണ്ടിന്റെയും ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ A+B ചെയ്യാം. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഉള്ള വർക്കാണ്. ഇനി ഇതിൽ ആൻസർ ഉണ്ട്, പക്ഷെ ചെയ്തിട്ട് പിന്നെ ആൻസർ നോക്കിയാൽ മതി കേട്ടോ. ക്രോസ് ചെക്ക് ചെയ്യാൻ മാത്രം ആൻസർ നോക്കിയാൽ മതി. പിന്നെ സെക്കൻഡ് തന്നിട്ടുള്ളത്
ക്വസ്റ്റ്യൻ സെപ്റ്റംബറിന്ന് ഒക്ടോബർ ആയപ്പോഴത്തേനും എത്രയാണ് സെയിൽ ഡിക്രീസ് ചെയ്തതെന്നാണ് ചോദ്യം. അപ്പൊ എന്താണ്, സെപ്റ്റംബറിന്ന് ഒക്ടോബർ വരുമ്പോൾ എത്ര ഡിക്രീസ് ചെയ്തു, അതായത് സെപ്റ്റംബറിന്ന് എത്ര ഒക്ടോബറിൽ കുറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യും, സെപ്റ്റംബറിന്റെ ആ മെട്രിക്സിൽ നിന്ന് ഒക്ടോബറിന്റെ മെട്രിക്സ് മൈനസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ബോത്ത് ഫാമേഴ്സിനും 2% ആണ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുള്ളത്. അപ്പൊ അവരുടെ പ്രോഫിറ്റ്, ഒക്ടോബറിലുള്ള പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഒരു വാല്യൂവിന്റെ 2% പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യല്, ആ വാല്യൂ ഇൻറ്റു 2/100 അല്ലെ. അതുപോലെ തന്നെ ഇവിടെയും ചെയ്യുന്നത് വാല്യൂവിന് പകരം മെട്രിക്സ് ആണെന്നുള്ളൂ കേട്ടോ. അതായത് 2/100 ഇൻറ്റു ആ മെട്രിക്സ്. ഓക്കെ, ഇവിടെ 2/100 എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്കെയിലർ നമ്പർ ആണ്. അതായത് 0.02 ഇൻറ്റു ബി. അപ്പൊ നമ്മൾ ഡയറക്റ്റ് അതെന്ത് ചെയ്യാണ്, മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഓരോ പ്രോഫിറ്റിന്റെ ഇതും കിട്ടും. അതായത് 100, 200 and 120 ആണ് രാംകിഷന് കിട്ടിയ പ്രോഫിറ്റ്. അതുപോലെ 400, 200 ആണ് ഗുഡ്ചരൺ സിംഗിന് കിട്ടിയ പ്രോഫിറ്റ്. ഇനി നമ്മൾ ഇതുവരെ എന്താണ്, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ് പറഞ്ഞത്, ഒരു നമ്പർ ആകുമ്പോഴുള്ള മൾട്ടിപ്ലിക്കേഷൻ. ഇനി നമ്മൾ പറയുന്നത് രണ്ട് മെട്രിക്സ് തമ്മിൽ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതിന് ഫസ്റ്റ് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാണ്. മീരയ്ക്ക് 2 പെന്നും 5 സ്റ്റോറി ബുക്കും മേടിക്കണം. അതുപോലെ തന്നെ നദീമിന് 8 പെന്നും 10 സ്റ്റോറി ബുക്സുമാണ് വേണ്ടത്. രണ്ടുപേരും എന്ത് ചെയ്തു, ഒരു ഷോപ്പിൽ പോയി. ആ ഷോപ്പിൽ പോയപ്പോൾ പെന്നിന് 5 രൂപയും ബുക്കിന് 50 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ബുക്കിന് 50 രൂപയും ഒരു പെന്നിന് 5 രൂപയും വീതം. ഇനി അപ്പൊ നമ്മൾ എന്താണ്, മീര എത്രയാണ് സ്പെൻഡ് ചെയ്തത്, നദീം എത്രയാണ് സ്പെൻഡ് ചെയ്തത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യല്, മീരക്ക് വേണ്ട പെന്നിന്റെ നമ്പർ ഇൻറ്റു പ്രൈസ് ഓഫ് പെൻ, അതുപോലെ തന്നെ നദീമിന് വേണ്ട പെന്നിന്റെ നമ്പർ ഓഫ് പെൻ ഇൻറ്റു പ്രൈസ് ഓഫ് പെൻ, പ്ലസ് നദീമിന് വേണ്ട നമ്പർ ഓഫ് ബുക്സ് ഇൻറ്റു പ്രൈസ് ഓഫ് ബുക്ക്. അങ്ങനെയല്ലേ ചെയ്യല് ഓരോരുത്തർക്ക് വേണ്ടത്. അങ്ങനെയാണ് നമ്മൾ സാധാ ചെയ്യല്. ഇനി മെട്രിക്സ് ആകുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്തു, അവർക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ചെയ്തു. അതായത് മീരയ്ക്ക് വേണ്ടത് 2 പെന്നും 5 ബുക്സും ആയിരുന്നു. നദീമിന് വേണ്ടത് 8 പെന്നും 10 ബുക്സും ആയിരുന്നു. അപ്പൊ എന്ത് ചെയ്തു, ഫസ്റ്റ് റോ ഒരു മെട്രിക്സ് എഴുതിയിട്ട് അതിൽ ഫസ്റ്റ് റോ മീരനെയും സെക്കൻഡ് റോ നദീമിനെയും റെപ്രസെന്റ് ചെയ്തു. അതായത് 2, 5 എന്ന് പറയുന്നത് മീരയ്ക്ക് വേണ്ട സാധനങ്ങളുടെ എണ്ണാണ്. 8, 10 എന്ന് പറയുന്നത് നദീമിന് വേണ്ട സാധനങ്ങളുടെ എണ്ണാണ്. ഇനി നമ്മൾ വേറൊരു മെട്രിക്സ് എഴുതിയിട്ടുണ്ട് 5, 50. ഇതെന്താണ്, ആ ഓരോ സാധനങ്ങളുടെ പ്രൈസ് ആണ് കൊടുത്തിട്ടുള്ളത്. 5 രൂപയാണ് പെന്നിന്, 50 രൂപയാണ് എന്തിന്, ബുക്കിന്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത് എത്രയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 2 ഇൻറ്റു 5 ഇൻറ്റു 2 പ്ലസ് 5 ഇൻറ്റു 10. ഇത് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഫസ്റ്റ് റോയിലെ 2 ഇൻറ്റു ഇതിൽ വരുന്ന കോളത്തില് ഫസ്റ്റ് എലമെന്റ്, ഈ പ്രൈസിന്റെ കോളത്തിലെ ഫസ്റ്റ് എലമെന്റ് പ്ലസ് ഫസ്റ്റ് റോ അവരുടെ എണ്ണം കൊടുത്തിട്ടുള്ള ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ് പ്ലസ് പ്രൈസിന്റെ കോളത്തിലെ സെക്കൻഡ് എലമെന്റ്, അത് തമ്മിൽ ആഡ് ചെയ്തു. അതായത് 5 ഇൻറ്റു 2 പ്ലസ് 5 ഇൻറ്റു 50. ഇനി രണ്ടാമത്തെ കോളം വരുന്നത്, രണ്ടാമത്തെ എന്താണ് കോളത്തിലെ നെയിം വരുന്നത്, അതായത് സെക്കൻഡ് എലമെന്റ് വരുന്നത് ഫസ്റ്റ് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് ഇൻറ്റു ഈ കോളം മെട്രിക്സില് ഫസ്റ്റ് എലമെന്റ് പ്ലസ് സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെന്റ് ഇൻറ്റു കോളം മെട്രിക്സിലെ സെക്കൻഡ് എലമെന്റ്. അതായത് 8 ഇൻറ്റു 5 പ്ലസ് 10 ഇൻറ്റു 50. അത് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി, 260 പ്ലസ് 540 കിട്ടി. ഇനി എന്താണ്, ഇനി ആ ഷോപ്പിലും വേറൊരു ഷോപ്പിൽ അന്വേഷിച്ചപ്പോൾ പെന്നിന് 4ഉം സ്റ്റോറി ബുക്കിന് 40യും പറഞ്ഞു. അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ എന്ത് എഴുതാം, മെട്രിക്സ് എഴുതാം.
ഇവരുടെ റിക്വയർമെന്റ്സിന്റെ മെട്രിക്സ് സെയിം ആയിരിക്കും, പ്രൈസിന്റെ മെട്രിക്സ് മാത്രമേ ചേഞ്ച് ആവുള്ളൂ. അതിൽ 550 ഉള്ളിടത്ത് 450 എന്ന് വരും. സെയിം കോളം മെട്രിക്സ് തന്നെ ആയിരിക്കും, വാല്യൂസ് മാത്രം ചേഞ്ച് ആവും. അപ്പൊ നമ്മൾ അവിടെ ചെയ്യുമ്പോൾ എങ്ങനെ വരിക? ഇവിടെ ചെയ്ത സെയിം പ്രോസസ് തന്നെ 2 × 4 പ്ലസ് 5 × 40. പിന്നെ രണ്ടാമത്തെ എലമെന്റ് 8 × 4 പ്ലസ് 10 × 40. അതിൽ വരുന്നത് 208, പിന്നെ 432. ഇതില് നമ്മൾ ഈ പ്രൈസിന്റെ ഒക്കെ ഒരു മെട്രിക്സ് ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ, അതായത് അവർക്ക് വേണ്ട മണിയുടെ വാല്യൂ ഒരു മെട്രിക്സ് ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 260. അതായത് ഫസ്റ്റില് നമ്മൾ 5 പ്രൈസ് ആകുമ്പോൾ ഉണ്ടായിരുന്ന വാല്യൂസും, അതായത് 260യും 540യും, പിന്നെ 4 ആകുമ്പോൾ ഉണ്ടായിരുന്ന വാല്യൂസ് 208ഉം 432ഉം വെച്ചിട്ട് നമ്മളൊരു സ്ക്വയർ മെട്രിക്സ് ഉണ്ടാക്കി. 260, 208, 540, 432 എന്ന് പറയുന്ന മെട്രിക്സ് ഉണ്ടാക്കി. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തത്. ഇനി നമ്മൾ അതിന്റെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക പറഞ്ഞാല്, ഇപ്പോൾ ഒരു മെട്രിക്സ് എ എന്ന് പറയുന്നത് ഒരു മെട്രിക്സും ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സും എടുത്തു. അതിൽ എ ഇൻറ്റു ബി ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? എന്റെ നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ടു ബിന്റെ നമ്പർ ഓഫ് റോസ്. അത് മാറിപ്പോകരുത്. അതായത് ഫസ്റ്റ് നമ്മൾ ഏത് മെട്രിക്സ് ആണോ ഫസ്റ്റ് എഴുതുന്നത്, ആ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് സെക്കൻഡ് ആയിട്ട് വരുന്ന മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസിന് ഈക്വൽ ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ എ എന്ന് പറയുന്നത് AIJയും ബി എന്ന് പറയുന്നത് JKയും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നോക്കി, എന്റെ കോളത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് ജെയും ബിന്റെ റോസിന്റെ എണ്ണം എന്ന് പറയുന്നത് ജെ ആയിരുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് പറയുന്നത്. ഞാൻ എക്സാമ്പിൾ ആണ് തന്നിട്ടുള്ളത്, ഒരു സി എന്ന് പറയുന്ന മെട്രിക്സ് 1 - 1 2 0 3 4. ഇനി വേറൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, D = 2 7 - 1 1 5 - 4. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സി ഇൻറ്റു ഡി. അതെങ്ങനെ ചെയ്യാനാണ് നോക്കുന്നത്. അതിൽ ചെയ്യുമ്പോൾ നമ്മൾ സി ഇൻറ്റു ഡി ഈക്വൽ ടു എന്ത് എഴുതുക? സി എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുക, ഇൻറ്റു ഡി എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുക. ഈ സി എന്ന് പറയുന്നത് എന്താണ്? ഒരു 2/3 മെട്രിക്സ് ആണ്. ഡി എന്ന് പറയുന്നത് എന്താണ്? ഒരു 3/2 മെട്രിക്സ് ആണ്. അപ്പൊ എന്താണ്? സിന്റെ കോളത്തിന്റെ നമ്പർ എന്ന് പറയുന്നത് 3 ആയിരുന്നു, ഡിയുടെ റോസിന്റെ നമ്പർ എന്ന് പറയുന്നത് 3 ആയിരുന്നു. രണ്ടും സെയിം ആണ്. അപ്പൊ നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ പോകുന്ന വെച്ചാല്, സിന്റെ ഫസ്റ്റ് റോയിലെ എലമെന്റ്സ് ആദ്യം നമ്മൾ ഫസ്റ്റ് എലമെന്റ് കണ്ടുപിടിക്കണം. അങ്ങനെയാണ് സിന്റെ ഫസ്റ്റ് റോയിലെ എലമെന്റ്സ് ഇൻറ്റു ഡിന്റെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്സ്. ഓക്കെ, അതായത് ഫസ്റ്റ് എഴുതിയിട്ടുള്ള മെട്രിക്സിന്റെ ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യാം, പിന്നെ സെക്കൻഡ് എഴുതിയിട്ടുള്ള മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം കൺസിഡർ ചെയ്യാം. അപ്പോ അത് ഇപ്പോ എന്താ പറയാ, ഈ സിയിലുള്ള ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 1 ആണ്, ഡിയിലുള്ള ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ എന്ത് ചെയ്യാം? 1 × 2 മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് പ്ലസ്. ഓക്കെ, രണ്ട് വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ അതിന്റെ സമ്മ് ആണ്, പ്ലസ് പിന്നെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റ് -1 ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് കോളത്തിന്റെ സെക്കൻഡ് എലമെന്റ് -1. ഓക്കെ, അപ്പൊ എന്ത് വരും? -1 ഇൻറ്റു -1 പ്ലസ് ഫസ്റ്റ് റോയിലെ തേർഡ് എലമെന്റ് പ്ലസ് ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് കോളത്തിലെ തേർഡ് എലമെന്റ്. എന്ത് വരും? 2 × 5. ഓക്കെ, ഇനി നമുക്ക് ഇത് ഫസ്റ്റത്തെ എലമെന്റ് ആണ് കിട്ടിയത്. ഇതിന്റെ എല്ലാം സമ്മ് കാണാം. 1 × 2 2 പ്ലസ് -1 × 1 -1 എന്ത് വരും? 1 പ്ലസ് 2 × 5 10. അപ്പോൾ 10 പ്ലസ് 1 പ്ലസ് 2, അപ്പൊ എത്ര വരും? 13 വരും. ഇനി ഈ മെട്രിക്സിലെ സെക്കൻഡ് എലമെന്റ് എങ്ങനെ വരിക? ഈ ഫസ്റ്റ് റോ തന്നെയാണ് നോക്കുക, ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോ തന്നെയാണ് നോക്കുക, പക്ഷെ അത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് സെക്കൻഡ് മെട്രിക്സിലെ സെക്കൻഡ് കോളം ആയിട്ടാണ്.
ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്തപ്പോൾ ഫസ്റ്റ് എലമെന്റ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് കോളം. സെക്കൻഡ് എലമെന്റ് കണ്ടുപിടിക്കാൻ ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിലെ സെക്കൻഡ് കോളം. ഓക്കെ, ഇനി ഇനി അവിടെ കോളം ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഈ ഫസ്റ്റ് റോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന അവിടെ കോളം ഇല്ല. അപ്പൊ നമ്മൾ ഇനി സെക്കൻഡ് റോ കൺസിഡർ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് റോയില് ചെയ്ത അതേപോലെ തന്നെ സെക്കൻഡ് റോനെ ഫസ്റ്റ് കോളം കൊണ്ടും സെക്കൻഡ് റോനെ സെക്കൻഡ് കോളം കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് സം ചെയ്തിട്ട് ആണ് റിസൾട്ട് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് റോ ആവുമ്പോൾ നമുക്ക് എന്ത് വരും, നമ്മുടെ പ്രൊഡക്റ്റിലും സെക്കൻഡ് റോയിലാണ് നമ്മൾ കിട്ടുന്ന വാല്യൂസ് എഴുതാം. ഓക്കെ, ഇനി തേർഡ് റോ ഉണ്ടെന്നുണ്ടെങ്കിൽ തേർഡ് റോയില് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂസിനെ പ്രൊഡക്റ്റില് തേർഡ് റോയിലാണ് നമ്മൾ വാല്യൂസ് എഴുതാം. ഇനി നമുക്ക് ഇതില് സെക്കൻഡ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് നോക്കാം. സെക്കൻഡ് വാല്യൂ എങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിലെ സെക്കൻഡ് കോളം. അത് ചെയ്ത് നോക്കുക വാല്യൂസ്. ഓക്കെ, അതായത് 1 ഇൻറ്റു 7 പ്ലസ് -1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു -4. ഓക്കെ, അത് -2 വരും. ഇനി താഴെ എന്ത് വരും, സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, പിന്നെ സെക്കൻഡ് റോയില് സെക്കൻഡ് എലമെന്റ് കിട്ടാൻ സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, സീഡിന്റെ ആൻസർ 13 -2 17 -13 കിട്ടി. ഇനി വേറൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് മെട്രിക്സ് 6 9 2 3, ബി എന്ന് പറയുന്നത് മെട്രിക്സ് 2 6 0 7 9 8. എന്താണ്, എ എന്ന് പറയുന്നത് 2x2 മെട്രിക്സും ബി എന്ന് പറയുന്നത് ഒരു 2x3 മെട്രിക്സും ആണ്. അതില് എന്റെ റോസ് വാല്യൂസും എന്റെ കോളം വാല്യൂസും ബിന്റെ റോ വാല്യൂസും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാട്ടോ. ഇനി പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. കാരണം നമ്മളിപ്പോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് എ ഇൻറ്റു ബി ചെയ്യുകയാണെങ്കിൽ എത്തെ ഫസ്റ്റ് റോ ഇൻറ്റു ബിത്തെ ഫസ്റ്റ് കോളാണ് ചെയ്യുക. ഇനി നേരെ തിരിച്ചെടുക്കുക, ബി ഇൻറ്റു എ ആണ് ചെയ്യണമെങ്കിൽ ബിത്തെ ഫസ്റ്റ് റോ ഇൻറ്റു എത്തെ ഫസ്റ്റ് കോളം. അത് നമ്മൾ എടുക്കുന്ന വാല്യൂസ് മാറ്റണ്ട് അല്ലേ. അപ്പോ അതുകൊണ്ട് അതിന്റെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓൾവേസ് കമ്മ്യൂട്ടേറ്റീവ് ആവില്ല. ചില സന്ദർഭത്തിൽ കമ്മ്യൂട്ടേറ്റീവ് ആവുന്ന കേസ് ഉണ്ട്. എപ്പോ എം ക്രോസ് എന്നും എം ബൈ എൻ എന്ന് പറയുന്ന ഓർഡറും കെ ബൈ എൽ എന്ന് പറയുന്ന ഓർഡറും ഉള്ള രണ്ട് മെട്രിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എം ഈക്വൽ ടു എല്ലും ആവണം, എൻ ഈക്വൽ ടു കെയും ആവണം. ഓക്കെ, അതായത് രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ബിയും ബി എയും പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂട്ടേറ്റീവിന്റെ കേസ് വേറെ പറയുന്നുണ്ട്. ഇവിടെ എന്താ പറയുന്നത് വെച്ചാല് എ ബിയും പോസിബിൾ ആവണം, ബി എയും പോസിബിൾ ആവണം. അതായത് എല്ലാ കേസിലും ഇപ്പോ എ ബി ഉണ്ടെന്നുണ്ടെങ്കിൽ ബി എ ഉണ്ടാവില്ല. കാരണം എന്താ, ഒരു 2x3 മെട്രിക്സും ഒരു 3x4 മെട്രിക്സും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു 4x3 മെട്രിക്സും ഒരു 3x2 മെട്രിക്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂല. പക്ഷേ എം ഈക്വൽ ടു, അതായത് ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ടു സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസിനോട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എ ബിയും കണ്ടുപിടിക്കാൻ പറ്റും, ബി എയും കണ്ടുപിടിക്കാൻ പറ്റും. അതിനെന്താ മീൻ ചെയ്യുന്നത്, ആ മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ എ ബിയും കണ്ടുപിടിക്കാൻ പറ്റും, നമുക്ക് ബി എയും കണ്ടുപിടിക്കാൻ പറ്റും. ഇനി മെട്രിക്സ് കമ്മ്യൂട്ടേറ്റീവ് അല്ല. കമ്മ്യൂട്ടേറ്റീവ് ആവുന്ന കേസ് ഉണ്ട്. എപ്പോ, അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പറയാം. ഇത് നമ്മൾ എ ബി ഈക്വൽ ടു ബി എ കമ്മ്യൂട്ടേറ്റീവ് അല്ലാത്ത കേസാണ് പറയുന്നത്. അതായത് ഒരു എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. അപ്പോൾ എ ബി കണ്ടുപിടിക്കുക, ബി എ കണ്ടുപിടിക്കുക. എ ബി എങ്ങനെ കണ്ടുപിടിക്കാം, എ ഇൻറ്റു ബി.
അതായത് ഫസ്റ്റ് എ എന്ന് പറയുന്ന മെട്രിക്സാ വരിക, സെക്കൻഡ് ബി എന്ന് പറയുന്ന മെട്രിക്സാ വരിക. നമുക്ക് എന്താ ആൻസർ കിട്ടിയത്? മെട്രിക്സ് 0 -4 10 3 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാ? ബി എ ചെയ്യാം. ബി എ ചെയ്യുമ്പോൾ എന്താണ്? ഫസ്റ്റ് നമ്മൾ ഏത് മെട്രിക്സ് എഴുതുക? ബി എന്നുള്ള മെട്രിക്സ് എഴുതുക. സെക്കൻഡ് നമ്മൾ എ എന്നുള്ള മെട്രിക്സ് ആണ് എഴുതുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടി? -10 2 21 -16 2 37 -2 -2 11 കിട്ടി. അപ്പോ എന്ത് കിട്ടി? എ ബി എന്ന് പറയുന്നത് ഒരു 2/2 മെട്രിക്സും ബി എന്ന് പറയുന്നത് എന്താണ്? ഒരു 3/3 മെട്രിക്സ് ആണ് അല്ലെ? ഇതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു ഒരു സ്ക്വയർ മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എ ബി ഈക്വൽ ടു ബി ആണ്. എ ബിയും ബി എയും ഡിഫൈൻഡ് ആണ്. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ കേസ് നോക്കുക, സ്ക്വയർ മെട്രിക്സ് അല്ല, പക്ഷെ എന്താണ് ഇതിത്തെ എന്റെ റോ വാല്യൂ എന്ന് പറയുന്നത് എത്ര? 2ഉം ബിത്തെ കോളം വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ഓക്കെ, നമ്മളുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ് അതിന്റെ കേസിൽ. അതേപോലെ എന്റെ കോളം വാല്യൂ എത്രയാണ്? 3 ആണ്. ബിന്റെ റോ വാല്യൂ എത്രയാണ്? 3 ആണ്. അതും സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. എ ബിയും ബി എയും ഉണ്ടാവാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? ഫസ്റ്റ് മെട്രിക്സിന്റെ റോ നമ്പർ ഈക്വൽ ടു സെക്കൻഡ് മെട്രിക്സിന്റെ കോളം നമ്പർ ആൻഡ് ഫസ്റ്റ് മെട്രിക്സിന്റെ കോളം നമ്പർ ഈക്വൽ ടു സെക്കൻഡ് മെട്രിക്സിന്റെ റോ നമ്പർ. അപ്പൊ നമുക്ക് എന്താണ് അത് സാറ്റിസ്ഫൈഡ് ആവുന്നതുകൊണ്ട് എ ബിയും ബി എയും കണ്ടുപിടിക്കാൻ പറ്റി. പക്ഷെ എ ബി കിട്ടിയത് ഒരു 2/2 മെട്രിക്സും ബി എ കിട്ടിയത് ഒരു 3/3 മെട്രിക്സും ആണ്. അപ്പൊ അത് ഈക്വൽ അല്ല. ഓക്കെ, ഇനി എന്താണ് ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ ചെയ്തൊക്കെ ഇതേപോലെ തന്നെ വരുന്നത്. ഓക്കെ, ഇനി പറയുന്നത് എപ്പോഴാണ് നേരത്തെ പറഞ്ഞത് എപ്പോഴാണ് എ ബി ഈക്വൽ ടു ബി എ ആവുക എന്നുള്ള കേസാണ് പറയുന്നത്. ഒരു ഡയഗണൽ മെട്രിക്സ് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഡയഗണൽ എലിമെന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓഫ് ഡയഗണൽ ആയിട്ടുള്ള എലിമെന്റ്സ് ഒക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനത്തെ എലിമെന്റ്സ് ആണ് ഡയഗണൽ എലിമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത കേസ് ഡയഗണൽ എലിമെന്റ്സ് എന്താണ് പറഞ്ഞത്? കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്നാണ് പറഞ്ഞത് കേട്ടോ. എ ബി ഈക്വൽ ടു ബി ആയിരിക്കും. ഈ പറയുന്നത് വേറൊരു കേസാണ്. നമുക്കിപ്പോ നമ്മളുടെ എന്താണ് സാധാ നമ്പേഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു എ എന്ന് പറയുന്ന ഒരു നമ്പറും ബി എന്ന് പറയുന്ന ഒരു നമ്പറും കൺസിഡർ ചെയ്യുക. സാധാ നോർമൽ നമ്പേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ എ ബി ഈക്വൽ ടു 0 വരണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എ ഈക്വൽ ടു 0 ആവണം, അല്ലെങ്കിൽ ബി ഈക്വൽ ടു 0 ആവണം അല്ലേ? പക്ഷേ മെട്രിക്സിന്റെ കാര്യത്തിൽ മെട്രിക്സ് എ ഇൻറ്റു മെട്രിക്സ് ബി ഈക്വൽ ടു 0 വരാന് മെട്രിക്സ് എ 0 ആവാനോ മെട്രിക്സ് ബി 0 ആവണമെന്നോ നിർബന്ധമില്ല. എയും ബിയും നോൺ 0 ആണെങ്കിലും നമുക്ക് എന്ത് കിട്ടും? എ ബി എന്ന് പറയുന്നത് 0 കിട്ടും. കാരണം എന്താ? അവിടെ വെറും മൾട്ടിപ്ലിക്കേഷൻ അല്ല വരുന്നത്, നമ്മൾ രണ്ട് എലമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ ആഡ് ചെയ്തിട്ടൊക്കെ പോകുന്നത്. അതായത് ഫസ്റ്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് റോന്റെ ഓരോ എലമെന്റ്സും സെക്കൻഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് കോളത്തിലത്തെ ഓരോ എലമെന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും ആഡ് ചെയ്യും ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ ആൻസർ 0 വരുന്നതിന് 0 വരികയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും എയും ബിയും 0 ആവണമെന്നില്ല. ഓക്കെ, ഇനി നേരത്തെ നമ്മള് അഡീഷന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ കേസിലും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അസോസിയേറ്റീവ് ലോ ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉണ്ട്, എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഉണ്ട്. അസോസിയേറ്റീവ് ലോ പറഞ്ഞാൽ എന്താ? നേരത്തെ അവിടെ പറഞ്ഞ പോലെ തന്നെ അവിടെ പ്ലസ് ആയിരുന്നു, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വരാം. എ ബി സി എന്ന് പറയുന്ന 3 മെട്രിക്സ് കൺസിഡർ ചെയ്തു. അപ്പൊ എന്ത് വരും? എ ബി ഇൻറ്റു സി എന്ന് പറയുന്നത് എ ഇൻറ്റു ബി സിക്ക് ഈക്വൽ ആണ്. ഓക്കെ, അതേപോലെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറഞ്ഞാൽ 3 മെട്രിക്സ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് പറയുന്നത് എ ബി പ്ലസ് എ സിക്ക് ഈക്വൽ ആണ്. അതേപോലെ തന്നെ എ പ്ലസ് ബി ഇൻറ്റു സി ഈക്വൽ ടു എ സി പ്ലസ് ബി സി ആണ്. ഓക്കെ, ഇനി പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആണ്. അതായത് ഇപ്പോൾ ഒരു മെട്രിക്സ് വേറൊരു മെട്രിക്സിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ മെട്രിക്സ് തന്നെ കിട്ടുക. അതായത് ഇപ്പോൾ എ എന്ന് പറയുന്നത് എ ഇൻറ്റു വേറൊരു മെട്രിക്സ് ബി.
എ ഇൻറ്റു ബി ചെയ്യുമ്പോൾ എ തന്നെയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ ബീനെയാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയാം. ആ മെട്രിക്സിന്റെ കാര്യത്തിൽ ഇവിടെ നമുക്കൊരു മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഉണ്ട്. അതാണ് ഐ. ഐ പറഞ്ഞാൽ എന്താ? ഐഡന്റിറ്റി എലമെന്റ്. അതായത് ഡയഗണൽ എലമെന്റ്സ് ഒക്കെ 1 ആയിരിക്കും വരിക. ബാക്കി ഓഫ് ഡയഗണൽ എല്ലാം എന്താ വരിക? 0 ആയിരിക്കും വരിക. അങ്ങനെ ഒരു എക്സാമ്പിൾ. ഇനിയിപ്പോ ഈ നമ്മുടെ ഈ പ്രോപ്പർട്ടി ഇല്ലേ, ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആണോ നോക്കാനുള്ള എക്സാമ്പിൾ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അത് ചെയ്ത് നോക്കുക. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ എന്താണ് മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഒക്കെയാണ് വരുന്നത്. അത് ചെയ്തിട്ട് നോക്കുക കേട്ടോ. അതാണ് ഇവിടെ ഫുള്ളായിട്ട് വരുന്നത്. ആദ്യം എ ബി ചെയ്തു, എന്നിട്ട് ആ എ ബി ചെയ്ത് കിട്ടിയ മെട്രിക്സിനോട് മെട്രിക്സ് സി മൾട്ടിപ്ലൈ ചെയ്തു. അത് എന്താണ്? ആ ഓർഡർ നോക്കണം. ഫസ്റ്റ് എ ബി ആകുമ്പോൾ എ ബി തന്നെ എഴുതണം, എന്നിട്ട് വേണം മെട്രിക്സ് സി എഴുതാൻ കേട്ടോ. എഴുതാൻ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അപ്പൊ എന്ത് നമ്മൾ കണ്ടുപിടിച്ചു? എ ബി ഇൻറ്റു സി കണ്ടുപിടിച്ചു. ഇനി എന്താണ്? ബി സി കണ്ടുപിടിക്കുക. ബി സി കണ്ടുപിടിച്ചിട്ട് എ എവിടെയാണ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്? ബി സിക്ക് ശേഷമല്ല മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. കണ്ടോ? എന്റെ ബി സിന്റെ മുന്നാണ്. ആ കറക്റ്റ് ഓർഡർ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓർഡർ തെറ്റിയ വാല്യൂസ് ശരിയാവില്ല. ഓക്കെ, അപ്പോ എ ഇൻറ്റു ബി സിയും ചെയ്തു. അപ്പൊ എന്താണ്? ഇവിടെ നമുക്ക് എ ബി ഇൻറ്റു സി ചെയ്തപ്പോൾ ഒരു മെട്രിക്സ് കിട്ടി അല്ലേ? 4 4 4 -7 35 -2 -39 22 31 2 -27 11 കിട്ടി. അതുപോലെ തന്നെ എന്ത് കിട്ടി? എ ഇൻറ്റു ബി സി ചെയ്തപ്പോൾ ഒരു വാല്യൂ കിട്ടി. ഇതെന്താണ്? ആ നമ്മൾ നേരത്തെ ചെയ്ത ആ വാല്യൂന് സെയിം ആണ്. ബി സി സോറി എ ബി ഇൻറ്റു സിക്ക് സെയിം ആണ് എ ഇൻറ്റു ബി സി. അപ്പൊ എന്ത് കിട്ടി? എ ബി ഇൻറ്റു സി ഈക്വൽ ടു എ ഇൻറ്റു ബി സി എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ എന്താണ്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് ആയി. ഇനി എന്താണ്? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് ഇതിൽ ചെക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾ 17 അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ വരുന്നത് ഒരു ലാസ്റ്റ് എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത്. ഇതിൽ പറയുന്നത് എന്താണ്? ഒരു എലക്ഷൻ, ലെജിസ്ലേറ്റീവ് അസംബ്ലി എലക്ഷന് എന്താണ്? ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പ് ആൾക്കാരെ അറേഞ്ച് ചെയ്യാണ്. എങ്ങനെ? എന്താ? കാൻഡിഡേറ്റ്സിനെ 3 വേസിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ അറേഞ്ച് ചെയ്യണം. അതിൽ ആ 3 വേസ് എന്ന് പറയുന്നത് ടെലിഫോൺ, ഹൗസ് കോൾസ്, ലെറ്റേഴ്സ് ആണ്. ഇനി എന്താണ്? ഇതിന്റെ ഒക്കെ കോസ്റ്റ് നമുക്കൊരു മെട്രിക്സ് ആയിട്ട് അവർ തന്നിട്ടുണ്ട്. ഓരോ റോസും ഓരോ മെത്തേഡ്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ടെലിഫോൺ കോസ്റ്റിനും, സെക്കൻഡ് റോ ഹൗസ് കോൾ കോസ്റ്റിനും, തേർഡ് റോ ലെറ്റർ കോസ്റ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതുപോലെ എന്താണ്? 2 സിറ്റീസിലുള്ള നമ്പർ ഓഫ് കോണ്ടാക്റ്റിന്റെയും തന്നിട്ടുണ്ട്. ഓക്കെ, ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അതില് എങ്ങനെയൊക്കെയാണ് ഈ 3 മെത്തേഡ്സിലും എത്രയ്ക്ക് ആൾക്കാരെയാണ് കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 2 സിറ്റീസിലുള്ള ഡാറ്റയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ടെലിഫോണിൽ ആ സിറ്റിയിൽ എത്ര പേരെയാണ് കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത്, ഹൗസ് കോളിൽ ആ സിറ്റിയിൽ എക്സ് എന്ന് പറയുന്ന സിറ്റിയിൽ എത്ര പേരെയാണ് കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത്, ലെറ്റർ വെച്ചിട്ട് എത്ര പേരെയാണ് കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെ എക്സും വൈ എന്ന് പറയുന്നത് സിറ്റീസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. റോ വൈസ് ആണ് സിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ മെത്തേഡ് എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള മെത്തേഡാണ് കോളം വൈസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്താണ്? ആ കോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനെല്ലാം ടോട്ടൽ ആയിട്ടുള്ള കോസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എന്താ ഇവിടെ ചെയ്യാ? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ എന്താ വരുന്നത് വെച്ചാല് ബി എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ എപ്പോഴും എന്താണ്? എ ഇൻറ്റു ബി അങ്ങനെയാണ് ചെയ്യല്. പക്ഷെ ഇവിടെ വാല്യൂസ് ശ്രദ്ധിക്കണം. ഓക്കെ, വാല്യൂസ് ശ്രദ്ധിക്കണം. എന്താ? അപ്പൊ നമുക്ക് എന്താണ്? ബി ഇൻറ്റു എ ആണ് ചെയ്യേണ്ടത്. കാരണം ബി ആണ് നമ്മുടെ എന്ത്? എമൗണ്ട് കൊടുത്തിട്ടുള്ളത്. എമൗണ്ട് ഇൻറ്റു കോസ്റ്റ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്? എ എന്ന് പറയുന്നത് എന്താണ്? ഒരു 3/1 മെട്രിക്സ് ആണ്, ഒരു കോളം മെട്രിക്സ് ആണ്. പിന്നെ ബി എന്ന് പറയുന്നത് എന്താണ്? ഒരു 3/3 മെട്രിക്സ് ആണ്. അപ്പൊ നമുക്ക് എന്താണ്? ഫസ്റ്റ് എ ബി എന്ന് ചെയ്യാൻ പറ്റൂല. കാരണം എന്താണ്? എന്റെ നമ്പർ ഓഫ്
കോളംസ് 1 ആണ്. ബിന്റെ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 2 ആണ്. അത് രണ്ടും സെയിം ആയാലും നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണ്, ബിന്റെ നമ്പർ ഓഫ് കോളംസ് 3 ആണ്. എന്റെ നമ്പർ ഓഫ് റോസും 3 ആണ്. അത് രണ്ടും സെയിം ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ബി ഇൻറ്റു എ എന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? ബി ഇൻറ്റു എ ചെയ്യുമ്പോൾ ഫസ്റ്റ് വാല്യൂ 3,40,000 സെക്കൻഡ് വാല്യൂ 7,20,000 കിട്ടി. അതായത് എക്സ് എന്നുള്ള സിറ്റിയിലായ കോസ്റ്റും വൈ എന്നുള്ള സിറ്റിയിലായിട്ടുള്ള കോസ്റ്റും കിട്ടി. ഓക്കെ, അതാണ്. പിന്നെ ആ 3,400 എന്ന് പറയുന്നതും എന്താ പറയാ 7,200 ആണ് എന്താ ഓരോ സിറ്റിയിലും ആയിട്ടുള്ള റെസ്പെക്റ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഉള്ളത് ഇന്ന് ഉള്ളത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി നോക്കാം.